Write a paragraph on iPhone. Write a program to print the Fibonacci series. ഈ സ്കൂൾ ടൈം തൊട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ഹോംവർക്ക് എഴുതുക, അസൈൻമെൻറ്റ് എഴുതുക. ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ കാര്യം ഇഷ്ടമാണ്? ഒരു മനുഷ്യന് ഇഷ്ടമല്ല. ഈ വീഡിയോ വല്ല സ്കൂൾ ടീച്ചർമാർ കാണുന്നുണ്ടെങ്കിൽ മിക്കവാറും റോട്ടി കണ്ടാൽ എന്നെ തല്ലും. നമ്മൾ പണ്ടോട്ടേ പറയാനുള്ള കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ആണ് നമ്മുടെ ഫ്യൂച്ചർ. ഇനി മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും ലോകം ഭരിക്കാൻ പോകുന്നതെന്നൊക്കെ ഇതൊക്കെ ചുമ്മാ വെറുതെ അടിച്ച് തള്ളി വിട്ടതാ എന്നൊക്കെ വിചാരിച്ചുവെങ്കിലും ഇപ്പോൾ നിങ്ങൾ മുന്നിൽ കണ്ടത് റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ഐഫോൺ. ഈ എഴുതിയിരിക്കുന്ന പാരഗ്രാഫ് മുഴുവനും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ജനറേറ്റ് ചെയ്തത്. എന്തിന്? എഞ്ചിനീയറിംഗിലെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ ടോപ്പിക്കാണ് ഫൊറിയർ ട്രാൻസ്ഫോം. ഈ ഒരു ഫൊറിയർ ട്രാൻസ്ഫോമിനെ പറ്റി ഒരു 400 വാക്കിൽ ഒരു എസ്സേ എഴുതാനായിട്ട് നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങളിരുന്ന് തല പുകയ്ക്കും. പക്ഷേ ഈ ഒരു AI-നോട് ഇതേ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലും ഉപരി വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അസൈൻമെൻറ്റുകളും പ്രോജക്റ്റുകളും എസ്സേകളും ഇതേപോലെ തന്നെയുള്ള ഹോംവർക്കെല്ലാം AI എഴുതി തരും. ജസ്റ്റ് ചോദ്യം ചോദിച്ചാൽ മാത്രം മതി. ഓപ്പൺ AI എന്ന് പറഞ്ഞൊരു കമ്പനി ഇവർ കുറേയധികം AI ബേസ്ഡ് ആയിട്ടുള്ള ടൂളുകൾ അഥവാ പ്രോഡക്റ്റുകൾ, പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടൂൾസ് എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ഓരോ ദിവസവും പഠിച്ച് ആ ഒരു പഠനത്തിൽ നിന്നും റാൻഡം ആയിട്ട് എന്നാൽ ആക്യുറേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ജനറേറ്റ് ചെയ്ത് വരുന്നവയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, MKBHD ഒരു വീഡിയോ ചെയ്തായിരുന്നു ഡാലി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റി. ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്കൊരു ആനയെ വരയ്ക്കണം, ഒരു സ്മാർട്ട് വാച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനയെ വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഒരു എലിഫന്റ് വിത്ത് സ്മാർട്ട് വാച്ച് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്മാർട്ട് വാച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്ന ആനയുടെ ഇമേജസ് റാൻഡംലി ഔട്ട് ഓഫ് നോവെയർ ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള എന്തിന് നമ്മുടെ സ്മാർട്ട് ഫോൺസിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ പോലും AI വഴി ജനറേറ്റ് ചെയ്തു തരുന്ന ഇമേജസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഈ കാണുന്നത്. ആൻഡ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ ഒരു AI എനിക്കും നിങ്ങൾക്കും സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാനായിട്ടും പറ്റും എന്നുള്ളതാണ്. പക്ഷേ ചാടിക്കേറി ഓപ്പൺ AIന്റെ വെബ്സൈറ്റിലേക്ക് പോകരുത്, ഒരു പരിപാടി നടക്കില്ല. സോ ഓപ്പൺ AIന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളോട് അവർ സൈൻ അപ്പ് അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറയും. കുറേ അധികം യൂസേഴ്സ് കയറുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് പലപ്പോഴും ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ടൊക്കെ വെച്ച് ലോഗിൻ ചെയ്യുക. അതിനകത്ത് ഐ ആം എ ജേർണലിസ്റ്റ്, ഐ ആം എ ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വെബ്സൈറ്റ് ആയിരിക്കും കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏകദേശം 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ടെക്സ്റ്റ് ജനറേറ്റർ ഉണ്ട്, കോഡ് ജനറേറ്റർ ഉണ്ട്, ഇമേജ് ജനറേറ്റർ ഉണ്ട് എന്നിങ്ങനത്തെ ഒരു 5-6 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ടെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊരു എസ്സേയോ അസൈൻമെൻറ്റോ പ്രോജക്റ്റോ എന്തെങ്കിലും എഴുതി തീർക്കണമെന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഐഫോണിനെ പറ്റിയ ഒരു പാരഗ്രാഫ് ആണെങ്കിൽ അത് അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് ഐഫോണിനെ പറ്റിയ ഒരു പാരഗ്രാഫ് വരും. ഫൊറിയർ ട്രാൻസ്ഫോമിനെ കുറിച്ചൊരു എസ്സേ ആണ് വേണമെങ്കിൽ ആ ഒരു എസ്സേ അപ്പാടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ എന്നെ ഏറ്റവും ഞെട്ടിച്ച കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള കോഡ് കംപ്ലീഷൻ എന്ന് പറഞ്ഞൊരു AI ആണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രോഗ്രാം എഴുതുക എന്ന് പറയുന്നത് കുറേയധികം പാടുള്ള കാര്യമാണ്. പ്രോഗ്രാമിൻ്റെ ആ ഒരു സിൻടാക്സ് ഉണ്ട്, ആ ഒരു പ്രോഗ്രാമിൻ്റെ ലോജിക് എന്താണ് എന്ന് നമ്മൾ ഓർക്കണം. അതേപോലെ ക്ലീൻ ആയിട്ട് അധികം ലൈനുകൾ കൂടാതെ എങ്ങനെ വ്യക്തമായിട്ട് ചിട്ടപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചാണ് നമുക്കൊരു പ്രോഗ്രാം എഴുതേണ്ടത്. പെട്ടെന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ വന്നിട്ട് ഫിബൊനാച്ചി സീരീസിൻ്റെ ഒരു പ്രോഗ്രാം എഴുതൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണും വീഴ്ചിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദേ കിടക്കുന്നു ആ ഒരു ഫിബൊനാച്ചി സീരീസ്. എന്തിന് ഫിബൊനാച്ചി സീരീസ്? നിങ്ങൾ HTML പഠിച്ചു വരുവാണ്, HTML ഒരു കുന്തോ നിങ്ങളുടെ തലയിൽ കയറുന്നില്ല. നിങ്ങളോടൊരു ഫോം ഉണ്ടാക്കാൻ പറഞ്ഞേക്കുവാണ്. പേര്, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, സോഡിയാക് സൈൻ ഒക്കെ വെച്ചിട്ടൊരു ഫോം ഉണ്ടാക്കാൻ പറയുവാണെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത് അപ്പാടെ അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ദേ നിങ്ങളുടെ മുന്നിൽ കോഡ് നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ടിരുന്ന് എഴുതുന്നത് കാണാം. ആൻഡ് അത് എന്താണ് എന്നുള്ളത് ഇവിടെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തിന് വെബ്സൈറ്റ് മാത്രം നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ടൊരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കണമെങ്കിൽ മേക്ക് എ സിമ്പിൾ ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഡ് അവിടെ വരും. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജ് മാറുന്നതിന് ഒരു പ്രോഗ്രാം വേണം എന്ന് ടൈപ്പ് ചെയ്താൽ അതിൻ്റെ കോഡ് വരും. എന്തിന് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഹോം പേജിൻ്റെ ആ ഒരു സിൻടാക്സ്, എനിക്ക് ഹോം പേജ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് ഗൂഗിളിൻ്റെ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ ഒരു കോഡും പ്ലസ് ഐ എം ഫെയിലിംഗ് ലക്കി ആ ഒരു ബോക്സും കാര്യങ്ങളെല്ലാം തന്നെ AI നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തു തരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലാസ്റ്റ് മിനിറ്റിൽ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ്. എന്തിന് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റ്, നിങ്ങളൊരു ഫേമിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല കോഡ് കിട്ടാനായിട്ട് നമ്മൾ സ്റ്റാക്ക് ഓവർഫ്ലോ അങ്ങനത്തെ വെബ്സൈറ്റുകളൊക്കെ പോവുമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്യൂർ ആയിട്ടുള്ള കോഡ് നിങ്ങളുടെ മുന്നിൽ എഴുതി തരും. നിങ്ങൾക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോ കാണുന്ന അധ്യാപകർക്ക് മേ ബി ഇത് കാണുമ്പോൾ ചെറിയൊരു വിഷമവും ദേഷ്യവും ഒക്കെ വരാൻ കാരണം കുട്ടികളെ കഷ്ടപ്പെട്ട് ഇത് പഠിപ്പിച്ച് മെമ്മറൈസ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കുറച്ച് മടിയന്മാരാക്കി ാണ് ഈ വെബ്സൈറ്റുകൾ എന്നൊക്കെ പറയുമെങ്കിലും
ഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് AI ആണ്. സോ AI ഈസ് ദ ഫ്യൂച്ചർ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ ഒരു ബൈ ഹാർട്ട് പഠിച്ച് അങ്ങനെ തന്നെ എഴുതുന്ന ഈ പുരാതനമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, ഞാനൊക്കെ 10 വർഷം മുന്നേ എന്താണോ സ്കൂളിൽ പഠിച്ചത് അത് തന്നെയാണ് ഇപ്പോഴത്തെ പിള്ളേരും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. പക്ഷേ ഈ AI പോലത്തെ ടൂളുകൾ വരുമ്പോൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും മാറിയേ പറ്റൂ. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഡിഗ്രി ഉള്ളവനേക്കാളും കൂടുതൽ സക്സസ്ഫുൾ ആയി മാറുവാണ് പല സ്കില്ലുകളും പാഷനുകളും ഫോളോ ചെയ്യുന്നവർ. അതിനനുസരിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും മാറും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും AI വഴി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്പൺ AIൻ്റെ വെബ്സൈറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്തൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.